നമസ്കാരം. ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കണമെന്ന ആഗ്രഹം കൊണ്ടല്ല മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുന്നതെന്ന് ഇപ്പോൾ നിരവധി പേർ പറയുന്നതിനിടയ്ക്കിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ആഞ്ഞടിക്കുന്നത് മുൻ ഇന്ത്യൻ ഓപ്പണറും മുഖ്യ സെലക്ടറുമായ കെ ശ്രീകാന്താണ്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഏറ്റവും കൂടുതൽ വീഡിയോ സഞ്ജുവിനെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ കെ ശ്രീകാന്ത് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണകളും സൂചനകളും എല്ലാം സഞ്ജുവിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് പറയുന്നതെല്ലാം തന്നെ സഞ്ജുവിനെതിരായി മാറാറുണ്ട് എന്നും ശ്രീകാന്ത് പറയുന്നത് പ്രമാണിച്ച് തന്നെ പല കാര്യങ്ങളും മുന്നോട്ട് നോക്കുമ്പോഴും സഞ്ജുവിനെതിരെയാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് വരെ എല്ലാവരും പറയുന്നുണ്ട്. റോയൽസിന് തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ ആവശ്യമൊന്നും ഇല്ലാതെയാണ് നോക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അങ്ങനൊരു റോള് മോഹിച്ചാണ് സഞ്ജു CSKയിലേക്ക് പോകുന്നത്. ഇതായിരുന്നു ശ്രീകാന്തിൻ്റെ വാക്ക്. ഇത് സഞ്ജു കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ കൈമാറാനുള്ള CSKയുടെ തീരുമാനത്തിൽ രോക്ഷവും നിരാശയും പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇത് നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനമായി തന്നെ റോയൽസിനാകുമെന്നും അഭിപ്രായപ്പെടുന്നത്. സ്വന്തം യൂട്യൂബ് ചാനലിലാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ശ്രീകാന്ത് സംസാരിക്കുന്നത്. ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് സംസാരിക്കവേ സഞ്ജുവിൻ്റെ വരവിനെ ശ്രീകാന്ത് വിമർശിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ചെയ്തത്. കട്ടിയായി വിമർശിക്കുന്നത് പോരാഞ്ഞിട്ട് ഒരാളെ മാനസികമായി തളർത്തുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. സഞ്ജുവിൻ്റെ വരവ് രാജസ്ഥാൻ റോയൽസ് വിടണമെന്നത് സഞ്ജു സാംസൺ തന്നെ എടുത്ത തീരുമാനമാണ് എന്ന് അല്ലാതെ ടീം മാനേജ്മെൻ്റ് അല്ല ഇതിന് പിന്നിലെന്നും കെ ശ്രീകാന്ത് തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുമുണ്ട്. രാജസ്ഥാൻ റോയൽസ് വിടാൻ ആഗ്രഹിച്ചുവെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ IPLൽ കളിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടൊന്നും തന്നെയല്ല ശരിക്കും പറഞ്ഞാൽ അവർ ഇവിടേക്ക് വരുന്നത് എന്ന് പറയുന്നു. റോയൽസിൽ ഒരു ഓപ്പണിംഗ് റോൾ യശസ്വി ജയ്സ്വാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്നെല്ലാവർക്കും അറിയാം. മറ്റൊരു ഓപ്പണിംഗ് സ്ഥാനത്ത് വൈഭവ് സൂര്യവംശി എന്ന ഏറ്റവും കടുകട്ടിയായ ബാറ്റർ കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായാലും സഞ്ജുവിന് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റോയൽസിൽ ഇനി ഓപ്പണിംഗ് സ്ഥാനവും സഞ്ജുവിന് കിട്ടാൻ പോകുന്നില്ലെന്ന് ഒറ്റവാക്കിൽ പറയാം. ഇനി മൂന്നാം നമ്പറിൽ മാത്രമേ അവിടെ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ സാധിക്കൂ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്നതിൽ സഞ്ജുവിന് ഒരു കുഴപ്പവുമില്ല. സഞ്ജുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പൊസിഷനാണെന്നും എല്ലാവർക്കും അറിയാം. ചെന്നൈയിൽ ഈ ഓപ്പണിംഗ് സ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സഞ്ജുവിൻ്റെ കൂടുമാറ്റം എന്നാണ് ക്ഷുഭിതനായിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് ശ്രീകാന്ത് പറയുന്ന വാക്കുകൾ. റോയൽസ് കരിയറിൽ കൂടുതൽ സഞ്ജു ഒന്നാമനായിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്തിട്ടുള്ളതെന്നും ഈ ഷോയിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. മകന് മുൻ ക്രിക്കറ്ററുമായ അനിരുദ്ധ ചൂണ്ടിക്കാണിച്ചപ്പോഴും ശ്രീകാന്ത് വിട്ടില്ല എന്ന് എടുത്തു പറയാൻ സാധിക്കുന്നു. സഞ്ജുവിനെ പറയുന്നത് അവൻ രാജസ്ഥാൻ റോയൽസ് തുടർന്ന് മൂന്നാം നമ്പറിൽ കളിച്ചാൽ പോരെ എന്നും ഇങ്ങോട്ട് അതായത് CSKയിലോട്ട് എന്തിനാണ് വരുന്നതെന്നുമാണ് കടുത്ത ചെന്നൈ ആരാധകനായ അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് പറയുന്നത്. CSKയിലോട്ട് സഞ്ജു എത്തുന്നത് ശ്രീകാന്തിന് ഒട്ടുമേ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ജഡേജയെ മാറ്റി. എനിക്ക് ടീമിൽ ഈ നമ്പറിൽ ബാറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോളിൽ കളിക്കാൻ തയ്യാറല്ലെന്ന് പറയുന്ന ഒരു താരത്തെ തന്നെ CSK എന്തിനാണ് വാങ്ങുന്നത്? ഇതാണ് ശ്രീകാന്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയാം. ഒരുപാട് ചോദ്യങ്ങളുടെ ഇടയിൽ ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി മുന്നിലേക്ക് വയ്ക്കുന്നതെന്ന് പറയാം. രവീന്ദ്ര ജഡേജയെ പോലെ തന്നെ ഒരു മാച്ച് വിന്നിംഗ് ഓൾറൗണ്ടറെ കൈവിടുന്ന കാര്യം ചെന്നൈ ചിന്തിച്ചത് തന്നെ മണ്ടത്തരമാണ് എന്നും അതുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്ത IPL സീസണിൽ അനുഭവിക്കുമെന്നുമാണ് കെ ശ്രീകാന്ത് തന്നെ മുന്നറിയിപ്പ് നൽകുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കും.